ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് പപ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആവശ്യത്തിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവനില്ലാതെയും പപ്സ് ഉണ്ടാക്കാം. ഓവനില്ലാതെ എങ്ങനെ വേഗത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പപ്സ് കഴിക്കാൻ ഇഷ്ടം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഓവനില്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയ്ക്ക് ഞാനൊരു വലിയൊരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒരു 1-2 സ്പൂൺ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു വലിയൊരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഒരു സാധാ പച്ചവെള്ളമില്ലേ, ആ പച്ചവെള്ളം വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഉപ്പും നെയ്യും മൈദയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് അയച്ചെടുക്കണേ. അത്യാവശ്യം ചപ്പാത്തിക്ക് എന്തോരം മയം വേണോ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലേ അതൊരു നല്ലൊരു മയം നല്ല മൊരിഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ തടവി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം, ഒരു മയം വരാൻ വേണ്ടി. അപ്പോഴത്തേക്കിനും നമുക്കുണ്ടല്ലോ സവാളയും പച്ചമുളകും ഒക്കെ നമുക്കതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സാധാ ഓയിലൊഴിച്ച് ഏതാ ഇഷ്ടമുള്ള ടേസ്റ്റിന് ഇഷ്ടമുള്ള ഓയിൽ അതിൽ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ചിട്ട് പിന്നെ വലിയൊരു സവാളയും എരിവിന് ആവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്ന് വെച്ചാൽ മൊരിഞ്ഞങ്ങ് പോകണ്ട, നമ്മൾ പപ്സിലൊക്കെ ഒരു മയം വരുന്ന രീതിയിൽ ആ ഒരു രീതിക്ക് നമുക്ക് മയം വരുന്ന രീതിയിലൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നുവെച്ചാൽ ഒന്ന് ഒരുപാട് നൈസായിട്ടും നമുക്ക് സവാളയൊക്കെ ഒന്ന് കടിക്കണം. ആ ഒരു രീതിക്ക് നമ്മൾ പപ്സ് കഴിക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു രീതിക്ക് ഇരിക്കത്തില്ലേ, അതുപോലെ ഒരുവിധം ആ ഒരു മയത്തിലേ വഴറ്റിയെടുക്കാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ. പപ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ഇതിന് ഫില്ലിങ്ങിന് ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. കടിക്കാൻ പാടില്ല കേട്ടോ, അത് നമുക്ക് ടേസ്റ്റ് ശരിയാകത്തില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇട്ടൊന്ന് നല്ല മൂത്ത ഒരു മണം വരും. ഒരുപാടങ്ങ് മുരിഞ്ഞ് ഒരു സവാളയൊക്കെ ഇത് കണ്ടില്ലേ, ഈ ഒരു കളറിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു. നല്ലപോലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മല്ലിയിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഏതാണേലും ഈ ഫില്ലിങ്ങിൽ നിറച്ചാൽ നമുക്കുണ്ടാക്കാം. ഞാനിപ്പം മുട്ട വെച്ച് തന്നെയാണ് പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൂടുതലും മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി അരച്ചാണ് ഒഴിച്ച് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയുടെ പേസ്റ്റും ചേർക്കാം. അപ്പോൾ തക്കാളി അരച്ച് നമ്മൾ ചേർക്കുമ്പോൾ ഒരു നനവ്, നമ്മൾ ഈ പപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ അല്ലല്ലോ, ആ നനഞ്ഞ ഒരു പരുവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സോസാ ചേർക്കുന്നതെങ്കിൽ കുറച്ചൊരു വെള്ളം, ഒരു 1-2 സ്പൂൺ വെള്ളം ഒന്ന് ചേർത്തേക്കണം. കാരണം ആ ഒരു നനവ് എന്തായാലും അത് അങ്ങനെ ഇരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ആ തക്കാളി ഒരുപാടങ്ങ് വെള്ളം വറ്റി പോകരുത്. ആ ഒരു നനവോട് കൂടി തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ മതി, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ മസാലകൾ ഇഷ്ടം എന്ന് വെച്ചാൽ പപ്സിന് നമുക്ക് മീറ്റ് മസാലയിൽ ഏതാ ചേർക്കാം, ചിക്കനോ ബീഫോ അല്ലെ കോമൺ ആയിട്ട് ഇറച്ചി മസാല നമ്മൾ ചേർക്കില്ല, അതായാലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മല്ലിപ്പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറണം വരെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് നമുക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. എന്തായാലും മല്ലിപ്പൊടിയെക്കാട്ടിലും കുറച്ച് മുളക് പൊടി എടുക്കാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പച്ച ചുവ മാറുന്ന മരുന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് മീറ്റ് മസാല ഏതാണോ ഇഷ്ടം ആ ഒരു മീറ്റ് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ചിക്കൻ തന്നെ ചേർത്ത് കൊടുക്കുന്നതാവും ബെറ്റർ. ഇതിപ്പോൾ ഞാൻ എൻ്റെ റീംസ് ഡേയിൽ കിടപ്പുണ്ട്, എല്ലാത്തിനും ചേർക്കാൻ പറ്റിയ മീറ്റ് മസാല അതാണ് ചേർത്ത് കൊടുത്തത്, വീട്ടിൽ തന്നെ പൊടിച്ചത്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന്. അതും എല്ലാം ചേർത്തൊന്ന് ആ പച്ച മണം മാറുന്ന മരുന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് മൊരിയരുത്, തീ എപ്പോഴും കുറച്ച് തന്നെ ഇട്ട് വഴറ്റണം. കാരണം ഇത് ഒരുപാട് മുരിഞ്ഞു പോയാൽ ആ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും. അത്യാവശ്യം ഒരു വാടിയ പരുവത്തിൽ ഈ സവാളയും ഈ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന തക്കാളിയും എല്ലാം അത് ഒരു വാടിയ പരുവം, അതാണ് ടേസ്റ്റ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വഴന്നെല്ലാം വന്ന് കഴിയുമ്പോൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയാണ്. വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. ഇത് രണ്ടും ഒരേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ചെറിയ പുളി ഉണ്ടാവാൻ വേണ്ടിയാണ്. നാരങ്ങാനീരോ അല്ലെ സോയാ സോസോ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ കറക്റ്റായി. നമുക്കിനി ചപ്പാത്തി പരത്തി അതിൻ്റെ ഫില്ലിംഗ് അകത്ത് വെച്ച് നമുക്ക് പപ്സ് ഉണ്ടാക്കാം. അപ്പം നല്ല കുഴച്ച് വെച്ച മാവ് നല്ല മയമൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അതിന് സമയമൊന്നുമില്ലെന്ന്, ഞാൻ ഈ ഫില്ലിങ് റെഡിയാക്കുന്ന നേരം മാത്രമേ ഈ മാവ് കുഴച്ച് വെച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തത്തില്ലേ സാദാ, അപ്പോൾ ഏത് പൊടിയിട്ടാണ്, ഞാൻ അരിപ്പൊടി ഇട്ടാണ് ചപ്പാത്തി പരത്തുന്നത്. വേണമെങ്കിൽ അങ്ങനെയും പരത്താം, അല്ലെ മൈദ ആണെങ്കിലും സാരമില്ല. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ എപ്പോഴും അരിപ്പൊടി ഇട്ട് ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പരത്തി കൊടുക്കുകയാണ്. നല്ല നൈസായിട്ട്, അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ ചപ്പാത്തി പരത്തി എടുക്കണം. നല്ല പോലെ ഒന്ന് അതിന് റൗണ്ടിൽ തന്നെ പരത്തിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ മാക്സിമം ഒന്ന് റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കണേ. അതുപോലെ എത്രയും കട്ടി കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കട്ടി കുറച്ച്. അപ്പോൾ ഓയിൽ ഉപയോഗിച്ച് പരത്തുന്നതിലും എനിക്ക് കുറച്ചുകൂടെ നല്ല ഷേപ്പിലൊക്കെ പെട്ടെന്ന് നമുക്കൊരു ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പൊടിയിട്ട് തന്നെ പരത്തിയെടുത്താലാണ് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഓയിലൊക്കെ ചേർക്കുമ്പോൾ നമുക്കിനി പൊരിച്ചെടുക്കണ്ടേ, അപ്പോൾ ഒരുപാട് അങ്ങ് ഓയിലായി പോവും. അതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വട്ടപ്പരുവായി. അപ്പോൾ അത് നമുക്കൊരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു കണ്ടില്ലേ, സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണെങ്കിലും സാരമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാണേലും സാരമില്ല, നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദ അതിലേക്ക് ഇതൊന്ന് എന്ന് വെച്ചാൽ നമുക്ക് ആ ലെയർ കിട്ടണ്ടേ, അതിനു വേണ്ടിയാണ് ഈ ഓയിലും മൈദയും കൂടെ മിക്സ് ചെയ്തൊന്ന് തേച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടും തേക്കാം. ഞാൻ എപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് തേക്കുന്നത്, കാരണം എണ്ണ വേസ്റ്റായി പോകത്തില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിംഗ് ഇല്ലേ, സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ആവശ്യമായിട്ട്, ഒരു പപ്സിന് ആവശ്യമായിട്ട് എന്തോരം വേണോ ആ ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുട്ട ഇങ്ങനെ 4 മുട്ട ഇങ്ങനെ വെച്ചിട്ട്, നിങ്ങൾക്ക് എന്ത് വലുപ്പത്തിൽ മുട്ട കഴിക്കാൻ ഇഷ്ടം ആ ഒരു വലുപ്പത്തിൽ വെച്ചോളൂ. എന്തായാലും അതൊന്ന് മുറിച്ചിട്ട് വെക്കണം, ഫുള്ള് വെക്കരുത്. അപ്പം ഈ ഒരു പരുവത്തിൽ ഇത് കണ്ടില്ലേ, ഈസി ആയിട്ട് കുറേ ലെയർ കിട്ടും. അതാണ് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ പരത്തിയിട്ട് ഒരു ഈസി ആയിട്ട് ഇങ്ങനൊരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചിങ്ങെടുക്കാം. അപ്പോൾ ഒരുപാട് പണിയില്ല. അതാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതാകുമ്പോൾ എല്ലാ വശവും നല്ല മുരിഞ്ഞും പെട്ടെന്ന് നമുക്ക് വേറെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതാണ് ഞാനിങ്ങനെ നമുക്കിനി ഇതെല്ലാം ഈ ഒരു ഷേപ്പിൽ, ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പൊരിച്ചെടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം പൊരിച്ച് നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റുമായിരുന്നു.
അപ്പോൾ ദാ ഞാൻ ഇട്ട് കൊടുത്തേ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല നല്ല കുമിളായി ബബിൾസ് വരുന്ന പോലെ അങ്ങനെ പൊള്ളി വരും. ഇപ്പം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പം ബേക്കിംഗ് ചെയ്യാതെ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പപ്സ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. നമുക്കിതെല്ലാം ഒന്ന് രണ്ട് വശവും നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല മുരുമുരാന്ന് തന്നെ ഇരിക്കും. ഒരുപാട് നേരം അങ്ങ് മുരുമുരാന്നിരിക്കത്തില്ല. ആ ചൂടോടെ കഴിക്കാം. കുറച്ച് നേരമൊക്കെ ഇരിക്കും കേട്ടോ. മുരുമുരാന്ന് നല്ല അത്യാവശ്യം നല്ല മുരിഞ്ഞ് തന്നെ നമുക്ക് ഇരിക്കും. കണ്ടില്ലേ, നല്ല പൊള്ളി ആ ഒരു പപ്സിൻ്റെ കളറ് തന്നെ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് പപ്സ് കുട്ടികൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സൊക്കെ കഴിക്കാൻ. അതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ നല്ല വയറൊക്കെ നിറയും. അപ്പം എൻ്റെ മോന് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൂടെ പൊരിച്ചു കൊടുത്തതാണ്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഇഷ്ടം, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.